അശ്വതി നീ എങ്ങോട്ട് പോണ? നമ്മുടെ ആത്തിയില് നമ്മൾ ആദ്യമായിട്ട് നട്ട ആത്തിയില് ആദ്യമായിട്ട് ഒരു ആത്തിച്ചക്ക വഴുത്തിട്ടുണ്ട്. നമുക്ക് പറിക്കാം. ആദ്യം പോയി തോട്ടം എടുത്തിട്ട് അങ്ങനെ ഞങ്ങളിതാ തോട്ടം എടുക്കാൻ ടെറസിൻ്റെ മണ്ടയിൽ പോവുകയാണ്. അങ്ങനെ തോട്ടയെ എടുത്ത് ഞങ്ങൾ ആത്തിച്ചക്ക നിൽക്കണ അങ്ങോട്ട് പോവുകയാണ്. ഞങ്ങളുടെ വീടിൻ്റെ താഴെയായിട്ടാണ് ആത്തി നിൽക്കണത്. പക്ഷേ വീട്ടിൻ്റെ സൈഡിൽ കൂടെ പോവാക്കില്ല, വഴി കൂടെ ഇറങ്ങി അവിടെ പോവാക്കും. അങ്ങനെ ഞങ്ങളിതാ വന്ന് നോക്കി. ഇതാ വീട്ടിൻ്റെ അവിടെ നിന്ന് നോക്കിയപ്പം അങ്ങനെ അത്ര ഹൈറ്റ് ഇല്ല എന്ന് തോന്നി. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇതാ നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. പക്ഷേ കയ്യത്ര ഇതിലും നിപ്പുണ്ട്, പക്ഷേ അത് നന്നായിട്ട് വിളഞ്ഞിട്ടില്ല. അങ്ങനെ ചേട്ടൻ എന്താ അതിസാഹസികമായിട്ട് ആത്തിച്ചക്ക പറിക്കാൻ കയറി പോകുന്നുണ്ട്. അവിടെ മണ്ണൊക്കെ ഇടിച്ചിട്ടേക്കുന്നതുകൊണ്ട് അവിടെ നിൽക്കാൻ കുറച്ച് പാടാണ്. അവിടെ ഒന്ന് ഇറക്കം പോലെയാണ് നിൽക്കുന്നത്. അങ്ങനെ ചേട്ടൻ ആത്തിച്ചക്ക പറിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ആത്തിയിൽ കായ്ക്കുന്ന ആദ്യത്തെ ആത്തിച്ചക്കയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടിലില്ല, അപ്പം ഇവിടെ വന്നപ്പം ഇവിടെയുണ്ട്. അങ്ങനെ ആത്തിച്ചക്ക നിൽക്കണ കണ്ടപ്പം വിളഞ്ഞു എന്ന് തോന്നി. ഇന്ന് മഴയില്ല, അതുകൊണ്ട് എന്തായാലും പറിക്കാം. അതുകൊണ്ടാണ് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ പാട് ചേട്ടൻ പറിച്ചു തരാമെന്നും പറഞ്ഞു. പഴുത്ത ഇല്ലേന്ന് അറിഞ്ഞുകൂടാ, തറയെ വീണ് അതെന്താവുമെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും പറിച്ച് നോക്കാം. തറയെ വീഴാൻ നന്നായി കിട്ടണമെങ്കിൽ നമുക്ക് കഴിക്കാം. അങ്ങനത്തെ ആത്തിച്ചക്ക തറയെ വീണിട്ടുണ്ട്. ചേട്ടൻ ക്യാച്ചൊന്നും പിടിച്ചില്ല. തറയിൽ വീണിട്ട് കിട്ടിയെന്നൊക്കെ പറയാണ്. അങ്ങനെതാ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ആത്തിച്ചക്ക. പക്ഷേ ഒരു കാര്യം, ഇത് പഴുത്തില്ല, കുറച്ചും കൂടി പഴുക്കാനുണ്ടെന്ന് തോന്നുന്നു. വിളഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ആത്തിച്ചക്ക എടുത്തുകൊണ്ട് ഇതാ പോവേണ്. വിജയിച്ചു എന്ന ലക്ഷ്യത്തിലാണ് ചേട്ടൻ ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് പോവേണ്, വിജയശ്രീലാളിതനായിട്ട്. അങ്ങനെ ഞങ്ങൾ ആത്തിച്ചക്ക കൊണ്ടുപോയി നോക്കിയപ്പം അത് പഴുത്തില്ല. എന്തായാലും ഇപ്പം കഴിക്കാൻ ഒക്കൂല. അങ്ങനെ ഞാൻ എന്താ പഴുക്കാനായിട്ട് ഒരു അരിപ്പാത്രത്തിനകത്തൊക്കെ വച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ, പഴുത്തിട്ട് കാണാം.